ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ചെമ്മീൻ ചമ്മന്തിയാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8-10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നല്ല പുളിയുള്ള മാങ്ങയാണിത്. അപ്പം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്തു. അപ്പം ഞാൻ പുളിയുള്ളത് കാരണം പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആ ഉള്ളി മുളകൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ചെറിയുള്ളിയൊക്കെ നമുക്ക് രണ്ടാക്കി കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ഞാൻ വലുതായാണ് രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുതാണെങ്കിൽ മുഴുവനോട് തന്നെ ഇടാക്കാം. രണ്ടാക്കിയാൽ പെട്ടെന്ന് വഴഞ്ഞിട്ടിക്കോളൂ. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിലൊക്കെ ചെയ്താൽ ടേസ്റ്റ് വരില്ല. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും. അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കും. വല്ലാണ്ട് വഴന്നിങ്ങനെ ഇതായി വരണ്ട കേട്ടോ. ഒന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ എരിവിനനുസരിച്ചാണ് മുളക് 10 എടുത്തിട്ടുള്ളത്. നമുക്ക് എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാട്ടോ. ഇപ്പം നമ്മൾ മാങ്ങയും തേങ്ങ ഒക്കെ ഇടുമ്പോൾ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ചമ്മന്തിക്ക്. അതാണ് ഞാൻ 10 മുളക് എടുത്തിട്ടുള്ളത്. പിന്നെ വല്ലാണ്ട് എരിവുള്ള മുളകും അല്ല ഇട്ടത്. അപ്പം നമുക്ക് മുളകും ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയിടും. അപ്പം നമ്മളെ ഉള്ളിയും മുളകൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ട. ഉള്ളിയും പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. മുളകും കണ്ട നല്ല പോലെ വഴന്ന് അങ്ങനെ ഉണ്ടപ്പുറമായി വന്നിട്ടുണ്ട് മുളകൊക്കെ. അതിന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കരിഞ്ഞു പോവരുത് കേട്ടോ മുളക്, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ കരിയണയിൽ മുന്നെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഉള്ളി മുളകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പാനിൽ തന്നെ നമുക്ക് ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഉണക്ക ചെമ്മീനും കൂടി നമുക്കൊന്ന് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വേറെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. ഈ വെളിച്ചെണ്ണ തന്നെ മതി, കൂടുതലൊന്നും വേണ്ട. നമുക്ക് ഇതും ഒന്ന് കരിയാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉണക്കച്ചെമ്മീനും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഉണക്കച്ചെമ്മീനും കരിയാൻ പാടില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ അത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ മാങ്ങ ഒന്ന് ഞാൻ ചതച്ചെടുക്കണുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിൽ. ഇത് ചതച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഉണക്കച്ചെമ്മീനും ഉള്ളിയും മുളകൊക്കെ ഒന്ന് ചൂടാറി വരും. അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. മുളകൊക്കെ സോറി, മാങ്ങ നല്ല പോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അല്ലെ മാങ്ങ എല്ലാനും കൂടി ഒപ്പിട്ടാ ചിലപ്പോൾ മാങ്ങ അതേപോലെ കിടക്കും കട്ടായിട്ട്. അപ്പം ഞാനിങ്ങനെ ആദ്യം മാങ്ങ ചതച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയും മുളകും ചെമ്മീനൊക്കെ കൂടി ഇട്ട് ഒന്നും കൂടി ചതച്ചെടുക്കാം. നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല സൗണ്ടൊക്കെ, മുളകൊക്കെ പൊടിഞ്ഞു വരുന്നുണ്ട്. കരിയാതെ ഇങ്ങനെ എടുക്കണം കേട്ടോ മുളകും ചെമ്മീനൊക്കെ, അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചമ്മന്തിക്ക്. എല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. ഇതെല്ലാനും കൂടി ഒന്ന് ചതച്ചതിന് ശേഷം തേങ്ങ ഇട്ട് ചതച്ചെടുക്കുക. അപ്പൊ നമ്മളെ ഉള്ളി മുളകും ചെമ്മീനും മാങ്ങയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടാ. ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട് ജാറിൽ തന്നെ വെച്ച്. എന്നിട്ട് ഇനി നമുക്ക് തേങ്ങയും ഉപ്പും ചേർത്ത് കൂടി ചതക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം.
ഒരു 1/4 സ്പൂണിൻ്റെ അടുത്തായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ ഒരു കറിയുടെയും ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ്. നമുക്കിനി ഇതും ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കൈ വെച്ച് നല്ല പോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ചെമ്മീത്തിൻ്റെ ഒക്കെ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയതല്ലേ, അപ്പം നല്ല മണമുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതൊന്ന് കാച്ചി വയ്ക്കാം. ഇനി നമുക്ക് ആ ചമ്മന്തിയിലൊന്ന് കാച്ചി വയ്ക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. പാൻ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് കൂടി പോകണ്ട കേട്ടാ. കടുക് കുറച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ചമ്മന്തിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കടുകൊക്കെ താളിച്ച് ചമ്മന്തി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്ക് ഒരുപാട് ചോറ് തിന്നാൻ ഈ ഒരു ചമ്മന്തി മതി. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.